ഹായ്, എൻ്റെ പേര് മിന്ന. ഞാൻ എറണാകുളത്ത് കോൺവെൻറ്റ് റോഡിൽ ദ ഡോട്ട്സ് എന്ന ഷോപ്പും മിന്ന കൗച്ചർ എന്ന് പറയുന്ന ഒരു ബുട്ടീക്കും നടത്തുക കേട്ടോ. രണ്ടും വളരെ സക്സസ്ഫുള്ളി ആയിട്ട് 2011 മുതൽ നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ദ ഡോട്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ റീറ്റെയിലും ഹോൾസെയിലും ഒന്നിച്ച് ക്ലബ് ചെയ്താണ് ഡോട്ട്സിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ലോങ് ജേർണിയിൽ നമ്മൾ ഒരു 5 ഇയേഴ്സ് മുമ്പ് നമ്മൾ രണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്തു. ഹോൾസെയിൽ എന്നുള്ളത് ഡോട്ട്സിലേക്കും മിന്ന കൗച്ചർ എന്നുള്ള ബൊട്ടിക് ടേസ്റ്റ് ആയിട്ട് റീറ്റെയിലിലേക്കും നമ്മൾ മാറി. ഇപ്പം മിന്ന കൗച്ചർ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ബൊട്ടിക് ടേസ്റ്റിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലും ഒരുപോലെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് മിന്ന കൗച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2011 വളരെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഒരു 300 സ്ക്വയർ ഫീറ്റിൽ വെറും 2 ബണ്ടിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അന്ന് നമുക്ക് വളരെ പേടിയായിരുന്നു, ഇത് എങ്ങനെ വരും, എങ്ങനെ സക്സസ്ഫുൾ ആക്കി എടുക്കും എന്നൊക്കെ നമുക്ക് വളരെ ടെൻഷനായിട്ടാണ് നമ്മൾ ആ ഒരു ഷോപ്പ് കോൺവെൻറ്റ് റോഡിൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഒരു ഷോപ്പ് കിട്ടി. പെട്ടെന്ന് 2 ബണ്ടിൽ സ്റ്റോക്ക് നമ്മൾ സെറ്റാക്കി മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മളൊരു ഷോപ്പിലേക്ക് കടന്നത്. അന്ന് നമ്മൾ രണ്ടും കൂടെ ഷോപ്പിൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും നമ്മുടെ തന്നെ മാനുഫാക്ചറിങ് തന്നെ ആയതുകൊണ്ട് നമുക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്തു, നമ്മൾ ഹോൾസെയിലും ഫോക്കസ് ചെയ്തു. അങ്ങനെ ആ ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഇന്ന് 6000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പിലാണ് ദ ഡോട്ട്സ് എന്ന് പറയുന്ന ഹോൾസെയിൽ സ്ഥാപനവും നമ്മൾ രണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്ത് മിന്ന കൗച്ചർ എന്നുള്ളത് നമ്മൾ റീറ്റെയിൽ സ്ഥാപനമാക്കി 2 വിങ് ആയിട്ടാണ് ഇന്ന് നമ്മൾ 2026 എത്തി നിൽക്കുന്നത് കേട്ടോ. വളരെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നിട്ടുള്ളൊരു ജേർണിയാണ്. നമ്മളൊരു 1 ഡേ കൊണ്ടല്ല ഇതെല്ലാം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ കാണുന്ന 6000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഷോപ്പിൽ നമ്മുടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. ഫസ്റ്റ് നമ്മളൊരു 100 പീസ് 200 പീസൊക്കെ വെച്ചാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്ന് നമ്മൾ അറൗണ്ട് ഒരു 6000 പീസ് പെർ ഡേ പ്രൊഡക്ഷനിലുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മളതിൻ്റെ രീതിയിൽ ലേഡീസിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ടോപ്പ് ടു ബോട്ടം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ മാനുഫാക്ചറിങ്ങിലാണ് ഇന്ന് ചെയ്തു പോരുന്നത്. അങ്ങനെ ഹോൾസെയിൽ ഷോപ്പ് നമ്മൾ കോൺവെൻറ്റ് റോഡിൽ പ്രസ് ക്ലബ് റോഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റീറ്റെയിൽ സ്റ്റോർ വരുന്നത് കുറച്ച് മാറിയിട്ടാണ് പ്രസ് ക്ലബ് റോഡിൽ തന്നെ മിന്ന കൗച്ചർ എന്ന് പറയുന്ന റീറ്റെയിൽ സ്റ്റോറാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ഓൺലൈൻ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മളൊരു ലാർജ് സ്കെയിലായിട്ട് നമ്മൾ റീറ്റെയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനിൽ വന്നപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മുടെ ഷോപ്പ് അറിയുന്നത് എറണാകുളത്തുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഷോപ്പ് അറിയുന്നത്. ഓൺലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആട്ടോ വന്നേ. പാൻ ഇന്ത്യ എന്ന് തന്നെ പറയാം. നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെ വേണ്ട എല്ലായിടത്തുനിന്നും നമുക്ക് മിന്ന കൗച്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്ട്സ് കാണാനും അതിൻ്റെ എൻക്വയറി ചെയ്യാനും എല്ലാം കസ്റ്റമേഴ്സ് തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വാട്സപ്പിലൂടെയാണ് നമ്മുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മുടെ ഒരു ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊരു ലോങ് റണ്ണിൽ നമുക്കത് പോസിബിൾ അല്ല എന്നുള്ളത് തോന്നി. കാരണം നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസ് വരുന്ന നമ്മുടെ സ്റ്റാഫിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാനും പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഓറഞ്ച് ഡൈ സൊല്യൂഷൻസ് നമ്മൾക്ക് വരുന്നത്. നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഓറഞ്ച് ഡൈ സൊല്യൂഷനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ചപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്താലാണ് ഈ ഒരു ഒരു ഹെവി ട്രാഫിക് വാട്സപ്പിൽ വരുന്ന ഒരു ഹെവി ട്രാഫിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. കാരണം നമുക്ക് എന്നും ഒരേ ക്വാണ്ടിറ്റി തന്നെ വിറ്റാൽ പോരല്ലോ. ഡെയിലി നമുക്കൊരു 50-60 പീസ് നമുക്ക് വാട്സപ്പിൽ കൂടെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറിയത്. ഫസ്റ്റ് നമ്മൾ വേർഡ് പ്രസ് എന്ന് പറയുന്ന ചെറിയൊരു വെബ്സൈറ്റിലൂടെയാണ് ചെയ്തത്. പക്ഷെ അതെല്ലാം നമുക്ക് ഹാങ്ങിങ് ആയതുകൊണ്ട് നേരെ വിപരീതമായിപ്പോയി. ഉള്ള കസ്റ്റമേഴ്സും കൂടെ നമുക്ക് നെഗറ്റീവ് പറയാൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഓറഞ്ച് ഡൈ സൊല്യൂഷനെ അപ്രോച്ച് ചെയ്തതും അവർ നമ്മളെ വന്ന് കണ്ടതും നമുക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ, അതായത് എത്ര ഹെവി ട്രാഫിക് വന്നാലും നമുക്ക് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ ടൈമിൽ 1000 പീസോ 2000 പീസോ സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ മാത്രമാട്ടോ. കാരണം വാട്സപ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇനിഷ്യലി വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ലോങ് റണ്ണിലേക്ക് നമുക്കൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തേ പറ്റൂ. വെബ്സൈറ്റിലൂടെ മാത്രമേ നമുക്കൊരു ഈസിലി ഹാൻഡബിൾ ആയിട്ടുള്ളൊരു സെയിൽസ് നമുക്കൊരു സെയിൽസ് നമുക്ക് എത്ര കിട്ടുന്നു അത്രയും നമുക്ക് സന്തോഷമല്ലേ. അപ്പം വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വളരെ സമാധാനപരമായിട്ട് നമ്മുടെ ഷോപ്പ് മിന്ന കൗച്ചർ എന്ന് പറയുന്ന ഷോപ്പ്
ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഓൾറെഡി 2 ഷോപ്പ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരെണ്ണത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം മിന്ന കൗച്ചർ എന്ന് പറയുന്ന ബുട്ടീക്ക് അതിൻ്റെ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയത് അതിൻ്റെ സെയിൽസ്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, ഇതെല്ലാം നമ്മളിപ്പം വളരെ നല്ല ജേർണിയിലുമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളിപ്പം ഇനിഷ്യലി നമ്മളിപ്പം ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത പിന്നെ വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ ഷോപ്പ് റൺ ചെയ്ത് പോകുന്നത്. 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യത്തുള്ളൂ കേട്ടോ. അത് ഏതൊരു ഫീൽഡിലാണെങ്കിലും, ടെക്സ്റ്റൈൽസിൽ നിന്ന് വേണ്ട ഏതൊരു ഫീൽഡിലാണെങ്കിലും കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ അപ്പോൾ നമ്മളും ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റ് തന്നെയാട്ടോ ഇപ്പം. കാരണം എത്ര കസ്റ്റമേഴ്സിനും ഒരേ ടൈമിൽ വെബ്സൈറ്റിൽ കയറാനുള്ളൊരു സൗകര്യമുണ്ട്. എത്ര ഹെവി ട്രാഫിക് വന്നാലും നമുക്ക് കസ്റ്റമേഴ്സിന് കയറി പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അല്ലാതെ ഇത് റൺ ചെയ്യുന്ന ഞങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് ഇപ്പോൾ നമുക്ക് ഹാങ്ങിങ് വരാം. അതുപോലെ തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് വേണം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മളൊരു വെബ്സൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ A to Z നമുക്ക് അറിയണം എന്നില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താ അറിയാം. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഒരാൾക്കാണെങ്കിൽ എനിക്ക് A to Z കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു വെബ്സൈറ്റിൻ്റെ. അപ്പം ആ ഒരു ടോപ്പ് ടു ബോട്ടം വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർജിഡൈസ് സൊല്യൂഷൻസ് നമുക്ക് എന്താ പറയുക ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാറുണ്ടായിരുന്നു. കാരണം നമുക്കതാണ് ഏറ്റവും ഇതിപ്പോൾ ഒരു ടൈം മാത്രമല്ലല്ലോ നമുക്ക് ഈ ഒരു സർവീസ് വേണ്ടത്. നമുക്ക് ഈ ഇപ്പോൾ 1.5 വർഷമായി നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റ് ചെയ്തു. നമ്മൾ വെബ്സൈറ്റിലൂടെ സെയിൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ എത്ര പാതിരാക്കാണെങ്കിലും നമ്മൾ വിളിച്ചാൽ അവർ നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ്. അതിൽ ഞങ്ങളും 100% സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളും 100% സാറ്റിസ്ഫൈഡ് ആണ്. അത് തന്നെയല്ല ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാലോ. ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. വാട്സപ്പിൽ എന്താ പറയുക ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നമ്മുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് സെയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ നമ്പറിലേക്ക് സെയിൽ എടുക്കുന്ന എന്നുള്ളത്. അത് ഞങ്ങൾക്ക് എത്ര നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാലും അവർക്കതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തല്ലേ ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു ഇതാണ്. നമ്മളിപ്പോൾ അത് ഒരുപാട് കംപ്ലയിൻസുകൾ നമ്മൾ സൈബർ സെല്ലിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആയത് ഒരു വെബ്സൈറ്റ് ആട്ടോ. കാരണം നമ്മളെല്ലാ സെയിൽസും വാട്സപ്പ് സെയിൽസ് എല്ലാം നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒഫീഷ്യലി വെബ്സൈറ്റിലൂടെ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ സെയിൽസ് എല്ലാം പോകുന്നത്. അപ്പം ഓൺലൈനായിട്ട് ചെയ്യുന്നവരും എടുക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും വെബ്സൈറ്റ് ത്രൂ മാത്രം എടുക്കുക. www.minnakaushal.com കൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് പോരാൻ പറ്റുന്ന ഈസി ഹാൻഡിലബിൾ ആയിട്ടുള്ള പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റിലൂടെ മാത്രം പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് സെയിൽസ് നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം പ്രൊമോട്ട് ചെയ്താലും ഇതുപോലെയുള്ള ഓരോ സ്പാം വരുമ്പോൾ നമുക്കത് കൂടുതൽ ടെൻഷനാണ്. നമ്മുടെ നമ്പർ അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് വാട്സപ്പ് സെയിൽസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച കസ്റ്റമേഴ്സ് ചിലപ്പോൾ അതേ കൂടെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം മിന്ന കൗച്ചറിൽ ഇനി മുതൽ വാട്സപ്പ് സെയിൽസ് നമ്മളില്ല എന്നുള്ളത് നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്. എല്ലാ സെയിൽസും നമുക്ക് വെബ്സൈറ്റിലൂടെയാണ്. അപ്പം എത്ര കസ്റ്റമേഴ്സ് വന്നാലും ഹാപ്പി ആയിട്ട് ചെക്കൗട്ട് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വെബ്സൈറ്റ് ഇനി ചെയ്യേണ്ടവർക്കാണെങ്കിലും ഓറഞ്ച് ഡൈ സൊല്യൂഷൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്ഫുൾ ആക്കിയിട്ടുള്ള എനിക്ക് ഓറഞ്ച് ഡൈ സൊല്യൂഷൻസ് ആണ്. കാരണം ഈ ഒരു വെബ്സൈറ്റ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. കാരണം നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. അതെനിക്ക് ഏറ്റവും എന്താ പറയുക ഏറ്റവും ഹാപ്പിയാണ്. കാരണം അത്രയും ടെൻഷൻ എൻ്റെ അടുത്ത് നിന്ന് അത്രയും മാറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ചെയ്ത് തന്ന ഓർജിഡൈ സൊല്യൂഷൻ്റെ അടുത്തും ഞാൻ വളരെ താങ്ക്ഫുള്ളാട്ടോ.